ഇന്ത്യക്ക് മാത്രമല്ല ബ്രസീലിനും അമേരിക്ക വലിയ രീതിയിലുള്ള തീരുവ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇത് കുറയ്ക്കണമെങ്കിൽ ഞങ്ങളെ വിളിക്കാമെന്നാണ്. പക്ഷേ അങ്ങനെ വിളിക്കാൻ ബ്രസീലിന് താല്പര്യമില്ല. വേണമെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ വിളിക്കാം, ചൈനയെ വിളിക്കാം. ഈ ലോകത്ത് പുതിയ ശക്തികൾ രൂപപ്പെടുകയാണ്. ഒരു ഇന്ത്യ, ചൈന, ബ്രസീൽ, റഷ്യ, അങ്ങനെ പുതിയ ശക്തികൾ രൂപപ്പെടുന്നുണ്ടല്ലോ. ഒരു വാക്കുകൂടെ അതിനകത്ത് ചേർത്താൽ മതി. പുതിയ സാമ്പത്തിക ശക്തികൾ രൂപപ്പെടുകയാണ്. അത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയുമാണ്. അമേരിക്കയുടെ കടം അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക്. അമേരിക്ക ഈ 30 ട്രില്യൺ GDP ഒക്കെ ഉള്ള രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ കടം വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അമേരിക്ക പൊളിഞ്ഞു നിൽക്കുകയാണ്. ഈ സാമൂഹ്യ പെൻഷനും ആനുകൂല്യങ്ങൾ, സാമൂഹ്യക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തും ഈ മറ്റ് രാജ്യങ്ങൾക്ക് കടം കൊടുത്തും മറ്റ് രാജ്യങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ പോയും ഒക്കെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അമേരിക്കയിൽ അതിസമ്പന്നരായ ആൾക്കാർ അമേരിക്കയിലുണ്ട്, തർക്കമില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ നമുക്കറിയാം, ഡോളറാണല്ലോ ലോകത്തെ വിനിമയം. പെട്രോ ഡോളറാണ് ലോകത്തെ ഒരു വിനിമയ ഈ കറൻസി എന്ന് പറയുന്നത് പെട്രോ ഡോളറാണ്. അവിടെ അതിനെ മറികടക്കുന്ന വിധത്തിൽ ചില പ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ, ബ്രസീൽ, ഇന്ത്യ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ഒരു പുതിയ കറൻസി ഇറക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതായത് ഡോളറിനെ വെല്ലുവിളിച്ച് ഡോളറിന് ബദലായിട്ട് ഒരു പുതിയ കറൻസി ഇറക്കുമോ എന്നുള്ള ഭയം അമേരിക്കയ്ക്കുണ്ട്. ട്രംപിന് വളരെ കൂടുതലാണ്. അപ്പം തൻ്റെ ഭരണകാലത്ത് അങ്ങനൊരു ഒരു 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 കാര്യം നടന്നാൽ, അങ്ങനൊരു പുതിയ കറൻസി ലോകത്ത് വന്നാൽ, അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ അഭിമാനത്തിനേൽക്കുന്ന ഒരു ക്ഷതവും കൂടിയാണ്. മുഖമടച്ച് കിട്ടുന്ന ഒരു അടിയാണ്. താൻ പ്രസിഡൻ്റായിരുന്ന കാലത്തല്ലേ അവരിതേ ഈ പറയുന്ന ബ്രിക്സും ഇന്ത്യയും റഷ്യയും ചൈനയൊക്കെ ചേർന്ന് ഒരു പുതിയ കറൻസി കൊണ്ടുവന്ന് സൗത്ത് ആഫ്രിക്കയൊക്കെ ചേർന്ന്, താൻ എന്തിനാ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്ന് അമേരിക്കക്കാർ തന്നെ ട്രംപിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും. അപ്പോൾ ട്രംപിൻ്റെ ഈ വെകളി പിടിക്കുന്നതിന് കാരണം ഇതൊക്കെയാണ്. ട്രംപ് ഒന്നാമത് ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇസ്ലാമിക് ബാങ്കിങ്ങുമായിട്ട് അറബ് രാഷ്ട്രങ്ങൾ അങ്ങോട്ട് വരുന്നു. അവർക്ക് പലിശയല്ല ആവശ്യം, ലാഭവിഹിതമാണ് ആവശ്യം. അപ്പോൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വലിയ വിഹിതമായിട്ട് അവർ പോകും. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഇതറിയാം. പക്ഷെ വഴി വേറെ ഇല്ല. കാശുള്ളവൻ്റെ അടുത്ത് നിന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അതില്ലാത്തവൻ്റെ അടുത്തുനിന്ന് പോയി വാങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നതും ഒരു വലിയ വെല്ലുവിളിയാണെന്ന് അവർക്കറിയാം. മുമ്പിൽ വേറെ വഴികളില്ലാത്തതുകൊണ്ട് അവരത് കുറേയൊക്കെ വഴങ്ങുന്നു. അല്ല, പെട്ടെന്ന് എന്തുകൊണ്ടൊരു മാറ്റം? അത് പെട്ടെന്നുള്ള മാറ്റമല്ല. ഒരുപാട് നാളായി ഈ അണിയറയിൽ. അത് അമേരിക്കയുടെ നിലപാടാണോ ട്രംപിൻ്റെ നിലപാടാണോ? അത് മൊത്തത്തിൽ അമേരിക്കയുടെ നിലപാട് തന്നെയാണ്. അത് എന്താ പറയണ്ടേ, ട്രംപ് അതിനെ ഇങ്ങനെ ഈ വലിയ കിളിപോയ ഒരുത്തൻ എന്തും ചെയ്യുമെന്നാണല്ലോ, അന്തം വിട്ട പ്രതി ചെയ്യുന്നതായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ. ട്രംപ് പിന്നെ എന്തൊക്കെയോ വളരെ സംയമനത്തോടുകൂടി ഈ പറയുന്ന പോലെ എവിടെയൊക്കെയാണ് പിഴവുകളെന്ന് കണ്ടെത്തി അധിക ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കി സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റ് കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ ഈ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകണം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോക സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. ഈ അമേരിക്കൻ കമ്പനികൾക്ക്, യൂറോപ്യൻ കമ്പനികൾക്കൊക്കെ ലോകത്ത് എവിടെയെല്ലാം ബിസിനസ്സുണ്ട് നോക്കൂ. ഏഷ്യയിൽ പോലും ചൈനയിലും ഇന്ത്യയിലും അടക്കം അവരേതെല്ലാം വലിയ വലിയ കമ്പനികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇല്ലേ? ആപ്പിള് ഇന്ത്യയിലുണ്ടല്ലോ, ഇന്ത്യയിൽ നിന്ന് അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ദോഷങ്ങളെല്ലാം ഈ ആപ്പിളിലേക്കും വന്ന് ചേരും. പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ടെങ്കിലും വരും, ഇൻഡയറക്റ്റായിട്ട് വരും. അത് അവരുടെ ഇവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാര തുകയല്ലല്ലോ ഇവർ
ഈ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ പറയുന്ന പോലെ ഒരു പുതിയ കറൻസിയുടെ കടന്നുവരവ് കൂടെ ഉണ്ടായാൽ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ട്രംപ് ഒരു കാരണവശാലും അതിനെ അനുവദിക്കില്ല. അതാണ് മുൻകാലങ്ങളിലെല്ലാം അമേരിക്കയുടെ ഭീഷണി രാജ്യങ്ങൾ വലിയ രീതിയിൽ ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഭയപ്പെടുന്ന രീതി കാണുന്നില്ല. കാരണം അമേരിക്ക സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ഈ കയ്യിൽ സമ്പത്തുള്ളവനെയാണല്ലോ എല്ലാവരും ഭയപ്പെടുന്നത്. കാരണം അവൻ പണം കൊടുത്ത് എന്തും വിലയ്ക്ക് വാങ്ങും. അവൻ്റെ കയ്യിലിരിക്കുന്ന പണമാണ് അവനെ ശക്തനാക്കുന്ന ഒരു ഘടകം. അപ്പോൾ അവൻ്റെ കൈവശം ഇല്ലാത്ത പലതും അവൻ പണം കൊണ്ട് നേടും. ആ പണത്തെയാണ് ഭയപ്പെടുന്നത്. ഇവിടെ ഈ ഡോളർ എന്ന് പറയുന്നത് ലോകം മുഴുവനും വ്യാപാര വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു കറൻസിയാണ്. അവിടേക്കാണ് പുതിയൊരു കറൻസി കടന്നു വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പുതിയൊരു കറൻസി കടന്നു വരും എന്ന ഭീതി ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ വരാം. ഈ പറയുന്നത് പോലെ ബ്രസീൽ എന്താ വളരെ കൃത്യമായിട്ട് ബ്രസീൽ മറുപടി പറഞ്ഞല്ലോ. ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലുല ഡെ സെൽവ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്, ചൈനയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്, അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയില്ല. ട്രംപ് ഇങ്ങോട്ടും വിളിക്കേണ്ട, അങ്ങോട്ട് ആരും പോകുന്നുമില്ല ചർച്ചയ്ക്ക്. വളരെ ക്ലിയറാണ്. എന്നാൽ അതേസമയം ഒരു UN ഉച്ചകോടി ബ്രസീലിൽ നടക്കുന്നുണ്ട് കാലാവസ്ഥയെ സംബന്ധിച്ച്. അതിലേക്ക് ട്രംപിനെ ക്ഷണിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് വ്യാപാര സംബന്ധമായ വലിയ ഇടപാടുകൾക്കൊന്നും ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ മറ്റു പലയിടത്തുനിന്നും വാങ്ങിക്കൊള്ളാം. നിങ്ങൾ വഴി എണ്ണ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ വേറെ ലോകത്ത് വേറെ എണ്ണ വിൽക്കാൻ തയ്യാറായിരിക്കുന്ന മറ്റു പലരും ഉണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. ഇപ്പോൾ ഇറാൻ ആര് ചോദിച്ചാലും ഇറാൻ കൊടുക്കും എണ്ണ. അതുപോലെ റഷ്യ. ഇപ്പോൾ ഇന്ത്യ തന്നെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് അത് വേർതിരിച്ച് പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ ആയിട്ട് വിൽക്കുന്നുണ്ട് അല്ലേ. ബ്രസീൽ ഇന്ത്യയുടെ നിന്ന് വാങ്ങും. അപ്പോൾ അമേരിക്കയുടെ ഒരു മേൽക്കോയ്മ ഈ രംഗത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് അമേരിക്ക തന്നെയാണ് കാരണം. അവിടെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളുമാണ് അമേരിക്കയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ പല്ലുപോയ സിംഹത്തെ ആരെങ്കിലും ഭയപ്പെടുമോ? ആരും ഭയപ്പെടില്ല. ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ അതാണ്. പല്ല് കൊഴിഞ്ഞ സിംഹമായി മാറിയിരിക്കുകയാണ് അമേരിക്ക. അത് ട്രംപിനെ പോലൊരു പ്രസിഡന്റ് ആ സ്ഥാനത്ത് വന്നപ്പോൾ ആ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, മെച്ചമുണ്ടാകും, ഇത് കരകയറും എന്നൊക്കെ ജനങ്ങൾ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയൊക്കെ തല്ലിക്കെടുത്തുന്ന നടപടിയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുടിയേറ്റക്കാരുടെ വിഷയം ട്രംപ് വന്നപ്പോൾ വലിയ ചർച്ചയായതാണ് അല്ലേ, വലിയ വിവാദമായതാണ്. ഇപ്പോൾ എവിടെ പോയി ഈ കുടിയേറ്റം ഒഴിപ്പിക്കൽ? എന്തായി അമേരിക്കയിൽ? അപ്പോൾ ഇതൊക്കെ ഈ ആരംഭശൂരത്വം, എടുത്തുചാട്ടം മാത്രമാണ്. ഒരു ആവേശത്തിന് പലതും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അമേരിക്കയെ ബാധിച്ചിരിക്കുന്ന കാതലായ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കുന്നതിൽ ട്രംപിന് വലിയ പരാജയമുണ്ടായി എന്നാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, ബ്രസീൽ എന്ന് പറയുന്നത് എത്ര ചെറിയൊരു രാജ്യമാണ്. ബ്രസീൽ വലിയ വിഭവങ്ങളുള്ളൊരു രാഷ്ട്രമല്ല, വലിയ സൈനിക ശക്തിയല്ല. ആ ബ്രസീൽ പോലും ഇന്ന് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ വെല്ലുവിളിയെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഷീ ജിൻപിങ്ങുമായിട്ട് സംസാരിക്കും, മോദിയുമായിട്ട് സംസാരിക്കും. പുടിന് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ തുടർച്ചയാണോ നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം? ചൈന സന്ദർശനം വളരെ നേരത്തെ തീരുമാനിച്ചത് തന്നെയാണ്. പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളിലെ ഒരു പ്രധാന രാഷ്ട്രമാണ് ബ്രസീൽ. മാത്രമല്ല ഈ ബ്രസീൽ അടക്കം സന്ദർശിച്ചിട്ടാണ് മോഡി തിരിച്ചു വന്നിരിക്കുന്നത്, എന്നിട്ടാണ് ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് ഉള്ളിൽ എന്തൊക്കെ ഈ സംസാരങ്ങൾ നടന്നിട്ടുണ്ട്, വ്യാപാര സംബന്ധമായ, സൈനിക സഹായങ്ങൾ സംബന്ധമായ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ധാരണയായിട്ടുണ്ടെന്ന് പുറം ലോകത്തിന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഈ ചൈനയുമായിട്ടുള്ള ചർച്ചയിലും പ്രതിഫലിക്കും. ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ ചൈനയ്ക്കും സാമ്പത്തികമായിട്ട് ചൈനയും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇന്ത്യയെ പോലൊരു രാഷ്ട്രവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. അത് പോകേണ്ടത് അവരുടെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ചൈന മറ്റ് ഇതിനൊന്നും നിൽക്കില്ല. ഇന്ത്യയുമായിട്ട് വളരെ നല്ല ഒരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ചൈന തയ്യാറാകുമെന്ന് തീർച്ചയാണ്. അതിനൊരു അളവ് വരെ ട്രംപ് കൈവിട്ട കളിയാണ് അവസാനം കളിക്കുന്നത്. എല്ലാ രാജ്യങ്ങളെയും പിണക്കുന്നു, സൗഹൃദ രാജ്യങ്ങളെ പോലെ പിണക്കുകയാണ്. ഇതിൻ്റെ അനന്തര ബലം എന്തായിരിക്കും? അതിപ്പോൾ നിക്കി ഹേലി പറഞ്ഞല്ലോ, മുൻ US
മുൻ UN അംബാസിഡർ നിക്കി ഹേലി പറഞ്ഞു, ഇന്ത്യയെ പോലൊരു സഖ്യരാഷ്ട്രത്തെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം, നിങ്ങൾ അവരെ പിണക്കരുത്. ഇന്ത്യ ആരോടും ശത്രുതയ്ക്ക് പോകുന്നൊരു രാഷ്ട്രമല്ല. ഇന്ത്യ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഒരേ സമയം റഷ്യയോടും ഉക്രൈനോടും ഇറാനോടും ഇസ്രയേലിനോടും ഒക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അത് വളരെ പണ്ട് മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഇന്ത്യയെ പിണക്കരുത് നിങ്ങൾ. ഇന്ത്യയെ പഴയതുപോലെ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയെ വിരട്ടി ഇരുത്താമായിരുന്നു. മൻമോഹൻ സിംഗും കോൺഗ്രസും ഒക്കെ ഭയന്നൊരിടത്തിരിക്കും. ഇന്നതല്ല. ഇന്ന് ആ രാജ്യത്തിൻ്റെ ഭരണചക്രം പിടിക്കുന്നത്, തിരിക്കുന്നത് ശക്തനായൊരു പ്രധാനമന്ത്രിയാണ്. ആ ശക്തനായ പ്രധാനമന്ത്രി അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഈ ഇന്ത്യയെ പഴയതുപോലെ വിരട്ടി കൂടെ നിർത്താമെന്നൊന്നും കരുതണ്ട, അത് നടക്കില്ല. നിക്കി ഹേലി പറഞ്ഞതിൻ്റെ ആന്തരിക അർത്ഥം അതാണ്. വളരെ വ്യക്തമാണ് കാര്യം. അതുകൊണ്ട് ഈ ഇന്ത്യ എല്ലാ കാലത്തും ഒരു മികച്ച സഖ്യരാഷ്ട്രമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം. ചൈനയെ തരുമ്പം വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഇന്ത്യയെ അങ്ങനെയല്ല, പരിപൂർണമായിട്ടും വിശ്വസിക്കാം. അങ്ങനെയുള്ള ഇന്ത്യയുമായിട്ട് ശത്രുത പാടില്ല. പക്ഷെ അത് ട്രംപ് എത്ര അത് അനുസരിക്കും, അത് ചെവിക്കൊള്ളും എന്ന് നമുക്കറിയില്ല. എന്നാൽ ട്രംപ് ആകെപ്പാട് വല്ലാത്തൊരവസ്ഥയിലാണ്, മാനസികാവസ്ഥയിലാണ്. ട്രംപ് തന്നെ ഏതാണ്ട് $1 ബില്യൺ കടം വാങ്ങിയിട്ട് നിൽക്കുകയാണ്, സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും കടം വാങ്ങിയിട്ട് നിൽക്കുകയാണെന്നൊക്കെ കേൾക്കുന്നു. നമുക്ക് അതിൻ്റെ കൂടുതൽ ആന്തരികമായ കാര്യങ്ങൾ അറിയില്ല. എങ്കിലും ഈ കേട്ടത് വെച്ചിടത്തോളം അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാകും. അത് ലോകം മുഴുവനും പ്രതിഫലിക്കും. ഈ പെട്രോ ഡോളർ എന്ന് പറയുന്ന ഒരു വ്യാപാര വിനിമയ കറൻസി, അത് കൂപ്പുകുത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ പോലുമുണ്ട്. അപ്പോൾ അവിടെ വലിയ തോതിൽ ഒരു പുതിയ കറൻസി കടന്നു വരികയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പുതിയ ഒരു ലോകക്രമം ഉണ്ടാവുകയോ ലോക സമ്പദ് ക്രമം ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.